ചാകര എന്ന് പറയാം, ഇതാണ് ചാകര. മലയാളത്തിൽ നിന്നും സിനിമകളൊന്നും ഇല്ലെങ്കിലും മൊത്തം 25ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക്, സബ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് OTT അപ്ഡേറ്റുകളാണ്. മൊത്തം 25ഓളം റിലീസുകളാണ് കേട്ടോ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം 25 റിലീസുകൾ വ്യത്യസ്ത ഭാഷയിൽ നിന്നും, മലയാളത്തിലില്ല, മലയാളം വെച്ച് ബാക്കി എല്ലാ ഭാഷയും, മലയാളം ഡബ്ഡ് വേർഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകൾ ആണെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞൊരു സീരീസിനെ കുറിച്ചാണ്. സോണി ലിവിൽ റിലീസ് ചെയ്യാൻ തയ്യാറാണ്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ഒരു പൊളിറ്റിക്കൽ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആയിരുന്നു ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ ഫെബ്രുവരി മാസം 9-ാം തീയതി, അതായത് ഇന്നലെ റിലീസ് ചെയ്യുന്ന പറഞ്ഞൊരു സീരീസ് ആയിരുന്നു സോണി ലിവിൽ വഴി. അത് അവർ ഒഫീഷ്യലി പുറത്തു വിട്ടതാണ് 9-ാം തീയതി റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. പക്ഷേ അത് അവസാന നിമിഷം അവർ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 9-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പുതിയ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തത് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. തമിഴ് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഭരതൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഇപ്പടിക്ക് കാതൽ എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ലാൻഡ്രാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിമിഷ സച്ചിനൊക്കെ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. C5-ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ അണ്ടർഡോഗ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളായിട്ട് ഈ ഒരു കോമഡി മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്നത് തുർക്കിഷ് മൂവിയാണ്. ആഷസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തുർക്കിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. സുസ്മയാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ആര്യ എന്ന് പറഞ്ഞ സീരീസിന്റെ പേര്. ഇതിന്റെ മൂന്നാമത്തെ സീസണാണ്. മൂന്നാമത്തെ സീസണിൽ രണ്ടാമത്തെ പാർട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ സീസണിലെ 5, 6, 7, 8 എപ്പിസോഡ്, 4 എപ്പിസോഡ് ഇതിൻ്റെ മുമ്പ് വന്നിരുന്നു. ഇപ്പോൾ 4 എപ്പിസോഡ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഭക്ഷക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ശിവകാർത്തികേയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അയല എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു. തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ സൺഡെക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മൈഗ്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ, അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കാട്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5-ൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബബിൾ ഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷിൽ ഇറ്റാലിയൻ മൂവി എന്ന് തന്നെ പറയാം. ജീസസ് റെവല്യൂഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഇറ്റാലിയൻ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ, ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ്, OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സൺ കോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അപ്ഗ്രേഡഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം കോമഡി മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. എ കില്ലർ പാരഡോക്സ് എന്നാണ് സിനിമയുടെ സീരീസിന്റെ പേര് വരുന്നത്. എ കില്ലർ പാരഡോക്സ് കൊറിയൻ ഭാഷയിലുള്ള ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കിച്ചടി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കിച്ചടി 2 മിഷൻ പാന്തുക്കിസ്ഥാൻ എന്നാണ്. പാന്തുക്കിസ്ഥാൻ
കിച്ചടി ടു മിഷൻ പാന്ത് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പപ്പി ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഗുണ്ടൂർ ഖാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പിന്നെ മൈ നെയിം ഈസ് ശ്രുതി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഒരു ത്രില്ലർ മൂവിയായിരുന്നു. പിന്നെ ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ഏകദേശം ഒരു മാസം മുമ്പേ തന്നെ ഈ ഒരു തെലുങ്ക് മൂവി പിന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരുന്നു. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്, ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഥർവ എന്ന് പറഞ്ഞൊരു ആക്ഷൻ മൂവി, ഒരു പിന്നെ ആക്ഷൻ മൂവി, തെലുങ്ക് മൂവിയായിരുന്നു. പിന്നെ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഡബ്ഡ് വേഷം വന്നിട്ടുണ്ട്. അടുത്തത് പിന്നെ യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് മൂവിയാണ്. ഇരുമ്പെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ലവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് ഭാഷയിൽ ഈ രണ്ട് ഭാഷകളിലായിട്ട് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു തമിഴ് മൂവി 1000 പോർ കാശുകൾ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി കൂടി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്, OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹൊറർ മൂവിയാണ്. പിണ്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ തെലുങ്ക് വേഷം ഇതിനു മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷൻ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ, ഇത്രയും റിലീസുകളാണ് ഈ ഒരു ദിവസം, ഒറ്റ ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു സിനിമ ഒരു സീരീസ്, ജി മഹേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സീരീസ് വന്നില്ല. ബാക്കി ഏകദേശം എല്ലാ സിനിമകളും വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സർപ്രൈസ് റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ആമസോൺ പ്രൈമിൽ പിന്നെ നമ്മുടെ മലയാള സിനിമയായ എബ്രഹാം ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകൾ, മലയാള സിനിമകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു മലയാള സിനിമ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്നാലും ഇത്രയും റിലീസുകൾ ഉണ്ടായി. പിന്നെ താരം തീർത്ത കൂടാരം എന്ന് പറഞ്ഞ സിനിമ മനോരമ മാക്സിൽ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ആമസോൺ പ്രൈമിൽ വന്ന സിനിമയാണെങ്കിലും ഇപ്പോൾ മനോരമ മാക്സിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ടുള്ളത്. ഈ അടുത്തൊന്നും ഇത്രയും സിനിമകൾ ഒരു ദിവസം 25 സിനിമകളാണ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് തിയേറ്റർ റിലീസ് ചെയ്തു. 3-4 സിനിമകൾ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രേമലു കണ്ടു, റിവ്യൂ ചെയ്തു. അന്വേഷിപ്പിയും കണ്ടെത്തും കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാത്തൊരു സിനിമകളാണ്, തിയേറ്ററിൽ കണ്ടിരിക്കുന്ന സിനിമകളാണ്. രണ്ടും വേറെ വേറെ ജേണലാണ്. ഒന്ന് ത്രില്ലറാണ്, ഒന്ന് റൊമാൻറ്റിക് ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. അതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. പിന്നെ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.